ആശുപത്രിയാകെ കൊണ്ടുപോകുന്നത് പ്രതിഷേധം ഇപ്പോൾ ഈ കണ്ട സമരം പത്തനംതിട്ട ജനലാശുപത്രിയുടെ മുമ്പിൽ 2025 ജൂൺ മാസം BJPയും കോൺഗ്രസും നടത്തിയതാണ്. ഇരുവരുടെയും മുദ്രാവാക്യങ്ങളൊക്കെ ഏതാണ്ട് ഒന്നു തന്നെയാണ്. രണ്ടു കൂട്ടരും എന്തിനാണ് സമരം നടത്തിയെന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. പത്തനംതിട്ട ജനലാശുപത്രിയുടെ B&C ബ്ലോക്ക് അത് നവീകരിക്കാൻ തീരുമാനിച്ചു. കെട്ടിടം ബലക്ഷയം വന്നപ്പോൾ ആ ഘട്ടത്തിൽ അതിൽ പ്രവർത്തിക്കുന്ന ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാൻ തീരുമാനിച്ചു. ആ സമയത്താണ് ആശുപത്രിയാകെ മാറ്റുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും BJPയും സമരം നടത്തിയത്. അതായത് ഫലത്തിൽ ആശുപത്രി കെട്ടിടം മാറ്റാനുള്ള തീരുമാനത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള സമരമാണ് അരങ്ങേറിയത്. എന്നാൽ മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റുകയും B&C ബ്ലോക്കിൻ്റെ നവീകരണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് ആ കെട്ടിടത്തിൻ്റെ നവീകരണ പ്രവർത്തനം പൂർണ്ണമായി ആകുകയും നാളെ നാടിന് സമർപ്പിക്കുകയാണ് B&C ബ്ലോക്ക് കെട്ടിടം. നിങ്ങളൊന്ന് ആലോചിക്കുക, കോൺഗ്രസും BJPയും നടത്തിയ സമരത്തിൻ്റെ ഫലമായി ആ നവീകരണം തടസ്സപ്പെടുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും വലിയ അപകടങ്ങളുടെ വാർത്ത ഒരുപക്ഷെ നമ്മൾ കാണേണ്ട വന്നേനം. B&C ബ്ലോക്കിൻ്റെ ശോചിയാവസ്ഥ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. കോൺക്രീറ്റ് പാളികളൊക്കെ അടന്നു നിന്നൊരു സന്ദർഭത്തിൽ, ഓപ്പറേഷൻ തിയേറ്റർ ലീക്കായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ച് തന്നെ വീണ്ടും രോഗികളെ ചികിത്സിക്കുകയും കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അടർന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ പർവ്വതീകരിച്ച് വാർത്ത കൊടുക്കാനുള്ളൊരു അവസരമാണ് B&C ബ്ലോക്കിൻ്റെ നവീകരണത്തിലൂടെ ഇല്ലാതായത്. ഇവിടെ വരുന്ന രോഗികൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഓപ്പറേഷൻ തിയേറ്റർ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് താൽക്കാലികമായി ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്, ഇവിടെ നവീകരിക്കുന്നതിന് വേണ്ടി. അന്ന് തന്നെ പറഞ്ഞാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളാകെ തന്നെ പൂർത്തീകരിച്ച്, ഒരു വർഷം എടുത്തില്ല, അതിനു മുമ്പ് തന്നെ ആ B&C ബ്ലോക്കിൽ എല്ലാ ഉപകരണങ്ങളും പുതിയ ഉപകരണങ്ങളടക്കം കൊണ്ടുവന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രി ഇപ്പോൾ ഈ ഉദ്ഘാടനം കഴിയുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറാൻ പോവുകയാണ്. കോന്നിയിലേക്ക് കൊണ്ടുപോയ യൂണിറ്റുകൾ ആകെ തന്നെ തിരികെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു. നാളെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. കൊണ്ടുപോകാൻ മന്ത്രി തീരുമാനിക്കും, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചോ കൊണ്ടുപോകരുത് സമരം നടത്തിയത് കോൺഗ്രസും BJPയും ഒരേ ശബ്ദത്തിലാണ്. അതെ, കാരണം ഇവിടെ ഒരു കാര്യവും നടക്കാൻ പാടില്ല എന്ന നിലയിലേക്കാണ് എല്ലാ തലത്തിലുള്ള പ്രചരണം നടക്കുന്നത്. ആശുപത്രി ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ആശുപത്രി നവീകരിക്കാൻ പാടില്ല, ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ പാടില്ല. ഈ തരത്തിലുള്ള നിലപാട് ആണ് പത്തനംതിട്ടയിൽ ദീർഘകാലമായി കോൺഗ്രസും BJPയും എല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ താൽക്കാലികമായി മാറ്റി ആ കെട്ടിടം നവീകരിച്ചു, അത് തിരികെ കൊണ്ട് സ്ഥാപിച്ചു. വലിയ തോതിലുള്ള ആളുകളല്ലേ ഈ ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുക. 8000-ത്തിലധികം വരുന്ന ആൻജിയോപ്ലാസ്റ്റി നടത്തിയ ഒരു സർക്കാർ ആശുപത്രിയായി പത്തനംതിട്ടയിലെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രചരണമൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ പ്രചരണമാണ്. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ജനം തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. BJPയുടെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ നാടകത്തെയെല്ലാം മറികടന്നുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും സർക്കാരും മുന്നോട്ട് പോകുന്നത്. ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ, രാഷ്ട്രീയ സമരങ്ങൾ ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് ഓർക്കേണ്ടതാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.